അസ്സലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഹൃദയ ഹിഷ, ഉമ്മച്ചിയുടെ മൂത്ത മോളാണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മള് രണ്ടാമത്തെ മോളെ കൊണ്ടുവന്ന കാരണം ഇവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളെ കാണിച്ചില്ലല്ലോ. പിന്നെ അതും കൂടാണ്ട് രണ്ടാമത്തെ ആളുടെ ഫ്രണ്ട്സ് കമന്റ് ചെയ്യും കൂടെ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവളും കൂടെ കൊണ്ടുവന്നിരുത്തി. അപ്പൊ ഇത്രയും ചെടികളാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് പാക്കിങ് തുടങ്ങാം. അപ്പൊ ഇതിന് ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആവശ്യമായിട്ടുള്ളത് നമ്മളൊരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു കത്രിക എടുത്തിട്ടുണ്ട്, പിന്നെ മാസ്കിംഗ് ടാപ്പ്, അത് കഴിഞ്ഞ് ക്ലീൻ ഫിലിമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നോർമൽ അതിന്റെ അടിഭാഗം ക്ലീൻ ഫിലിമിലാണ് പൊതിയാറുള്ളത്. ചില ആളുകളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പൊതിഞ്ഞ് അയക്കാറുണ്ട്. അപ്പൊ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് ക്ലീൻ ഫിലിം ആയ കാരണം നമ്മൾ അത് യൂസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറാകുമ്പോൾ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് നിൽക്കും, അതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഇത് പൊതിയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയാണ് പാക്ക് ചെയ്യണതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കഷ്ണം ക്ലീൻ ഫിലിം നമ്മൾ ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ക്ലീൻ ഫിലിം ഒരു കഷ്ണം മുറിച്ചെടുക്കും. ഇനി ഈ ചെടിനെ ഇത് നനവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടാവണം. ഈ ചെടീനെ നമ്മൾ പതുക്കെ ഇതിന്ന് മണ്ണ് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മണ്ണ് കൊട്ടിയതിന് ശേഷം എടുത്താലും മതി. പക്ഷെ എൻ്റെ ഈ ചെടി കുറച്ച് നനവുള്ള കാരണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഇതിൽ തീരെ മണ്ണിന്റെ കണ്ടന്റ് വേണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത് വേര് പൊട്ടാണ്ട് തന്നെ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചകിരിച്ചോറ് കൊക്കോപ്പിറ്റ് നമ്മളിങ്ങനെ ഈ ക്ലീൻ ഫിലിമിൽ സ്പ്രെഡ് ചെയ്തിടും. അതിനുശേഷം ഈ ചെടി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ വേര് ഇങ്ങനെ പൊതിഞ്ഞെടുക്കും. ഈ ക്ലീൻ ഫിലിം ഞാൻ എടുക്കാൻ കാരണത്താണ് നമ്മൾ നല്ല വൃത്തിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ക്ലീൻ ഫിലിം ആകുമ്പോൾ നല്ല ടൈറ്റായി നിൽക്കുകയും ചെയ്തു. ഈ കൊക്കോപ്പിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അതിനൊരു മോയ്സ്ചർ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് എന്ത് ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചകിരിച്ചോറ് കണ്ടാൽ പുറത്തേക്ക് വരില്ല. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇനി പേപ്പറിൽ പൊതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 2-3 പ്ലാന്റുകൾ പാക്ക് ചെയ്തു. ഇത് കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ്, കലാത്തിയ ഓർബിഫോളിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് അലോക്കേഷ്യയുടെ ബ്ലാക്ക് വെൽവെറ്റ്, ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് വെൽവെറ്റ് പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ. കുറച്ചധികം അലോക്കേഷ്യകൾ നമ്മളതിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. 3 പ്ലാന്റ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് പെപ്പറോമിയ പാക്ക് ചെയ്യാനാണ്. 2 പെപ്പറോമിയാണുള്ളത്. നമ്മൾ ബോട്ടിൽ വെച്ച് പാക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒന്ന് ഞാനിവിടെ ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ പതുക്കെ ഒന്ന് ചട്ടിയിൽ നിന്ന് മണ്ണടക്കം ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് കളയുക. അതിൻ്റെ അധികം വേരുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയ ചെറിയ വേരുകൾ മാത്രമാണ് ഇതിനുണ്ടാവുള്ളൂ. ഞാൻ ബോട്ടിൽ നമ്മൾ പാക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ബോട്ടിലിന്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്യാണ് ചെയ്യുക. ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ അടിഭാഗം അത്രയധികം കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ 2 എണ്ണം ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം നമ്മൾ ഇതൊരു ചെറിയ ചട്ടി പോലെ അല്ലേ, ഇതിൽ സെറ്റ് ചെയ്യും അടിഭാഗം. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ടാപ്പ് കൊണ്ട് ചുറ്റുകയാണ് ചെയ്യുന്നത്. മൂടി വെക്കൂല കേട്ടോ, അപ്പൊ അത്യാവശ്യത്തിനുള്ള വായു ഒക്കെ ഇതിന് കിട്ടുമല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ചകിരിച്ചോറ് നിറച്ചു. ഇനി നമുക്കിതില് ഈ 2 പ്ലാന്റാണ് നമുക്ക് പെപ്പറോമിയുടേത് അവര് ചോദിച്ചിട്ടുള്ളത്. ഈ 2 പ്ലാന്റൊന്നും കൂടെ നമ്മൾ ഒരുമിച്ച് ഇതിൽ വെച്ചു കൊടുക്കും. ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് നന്നായിട്ട് ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ടൈറ്റ് ആയിട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുപ്പി ചെരിക്കുമ്പോൾ അത് എല്ലാം കൂടെ തലകുത്തി മറിയല്ലോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചകിരിച്ചോറ് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇത് ശരിക്കും ഒരു പോട്ട് പോലെ ആയി അല്ലേ. ഇനി ഇത് തിരിച്ച് ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാൽ താഴേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേപ്പറുകൾ ചുരുട്ടി വെച്ചെടുക്കും. പേപ്പർ എടുക്കാൻ വലിയ പേപ്പർ ഒന്നുമില്ല, പേപ്പർ നമ്മൾ ഇത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അറിപ്പോവാണ്ട് നോക്കിട്ടാ, ചെറിയ കഷ്ണാക്കിയിട്ട്. ഇത് ഓൾറെഡി കുപ്പി ചെറുതാണല്ലോ,
അപ്പം അതിൽ ഈ ചെടി ഇല്ലാത്ത ഭാഗത്ത് ഇത് ചെടി ഇങ്ങനെ ഇത്തിരി നീക്കി പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ പേപ്പർ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് പകരം നമുക്ക് കാർഡ്ബോർഡ് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്തെടുക്കാം. കുറച്ചധികം പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് മണ്ണൊന്നും പുറത്തേക്ക് പോരരുത്. ആ ടൈപ്പിൽ നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കണം. ഇനി ഇതിപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ ഭാഗത്ത് എന്ത് ചെയ്യണം? ടാപ്പ് കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഇലകളിലൊന്നും തട്ടാണ്ട് പതുക്കെ പിടിക്കണം. ഒരാളും കൂടി പിടിക്കാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. കണ്ടോ, ഇലകളിലൊന്നും തട്ടാണ്ട് ഇങ്ങനെ വെക്കാം. ഇനി അങ്ങനെ എല്ലാ സ്ഥലത്തും അതിൻ്റെ എല്ലാ ഭാഗത്തും ചുറ്റി പിടിച്ചിട്ട് നോർമലി ഞാൻ ഒറ്റക്കാണ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേപ്പൊക്കെ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒട്ടിച്ചു വെക്കും. നമ്മളെവിടെ ഇരിക്കണം അതിൻ്റെ സ്ഥലത്ത് ഒട്ടിച്ചു വെക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സുഖമല്ല. ഓൾമോസ്റ്റ് കവറായി എന്ന് നമുക്ക് പറയാം. പെട്ടെന്ന് നമുക്ക് പോരില്ല. എന്നാലും ഇത്തിരിയും കൂടെ കുറച്ചും കൂടെ ടൈറ്റ് ആവാനുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ടാപ്പും കൂടെ നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഇനി നമ്മൾ കുപ്പിയുടെ മുകൾ ഭാഗം അവിടെ പോയിക്കാം. ഈ കുപ്പിയുടെ മുകൾ ഭാഗം പതുക്കെ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇലകളൊന്നും നാശമായി പോകരുതല്ലോ. അപ്പോൾ ഇലകൾക്ക് എങ്ങോട്ടാണ് കംഫർട്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ചില ഇലകൾ ഇതേപോലെ കണ്ട അങ്ങനെ മുകളിലേക്ക് പിടിക്കണാവും കംഫർട്ട് ആയിട്ട്. ചില ഇലകളാണ് ഇപ്പോൾ ഇവർക്കൊക്കെ എന്താ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നമ്മളൊന്ന് ഒതുക്കി പിടിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് സുഖം. നമ്മളിപ്പോൾ അതൊക്കെ ഈ ബോട്ടിൽ കയറ്റി കൊടുക്കാം. ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ ചെടികൾ ഇങ്ങനെ ഓരോ ഇലകൾ കേടാവാണ്ട് പതുക്കെ പതുക്കെ കയറ്റി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ ഭാഗം ഇവിടെ നമ്മൾ ടാപ്പ് വെച്ച് ഫിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുത്തയക്കണ അവരാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ തന്നെ ഈ ചെടി എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടാപ്പ് ഊരിയിട്ട് പതുക്കെ ബോട്ടിൽ വലിച്ചെടുത്താൽ മതി. ഒരാൾ ഒറ്റയ്ക്ക് പാക്ക് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. പക്ഷേ കുപ്പി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ ഇടയിൽ പിടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുപ്പി അങ്ങോട്ട് കൊണ്ട് മറിഞ്ഞ് വീഴാണ്ട് നോക്കണം. നമുക്കിത് വളരെ എളുപ്പത്തിൽ പാക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ ശ്രമിച്ചാൽ നടക്കാവുന്നുള്ളൂ. ഈ ചെടി ഇനി കേടാവാണ്ട് അവിടെ അല്ലാന്നുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവായ ഇലയിലൊക്കെ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചാൽ തന്നെ പൊട്ടുന്ന ഒരു ടൈപ്പ് ഇലയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ എത്തുമ്പോഴൊക്കെ നാശമായി പോവുമായിരുന്നു. ഇത് പക്ഷെ നമ്മളിങ്ങനെ ബോട്ടിൽ പാക്ക് ചെയ്ത കാരണം കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനി വേറൊരാളും കൂടെ ഉണ്ട് ഇതുപോലെ തന്നെ ബോട്ടിൽ പാക്ക് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ വേറെ ചെടിയും കൂടി പാക്ക് ചെയ്തു. ഇനി ഇത് ചൈനീസ് മണി പ്ലാന്റ്. ഇയാളെ നമുക്ക് അതുപോലെ തന്നെ ഒരു ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ബോട്ടിൽ പാക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെയല്ലോ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ഒന്ന് അടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. വളരെ ഭംഗിയിൽ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഇതേ രണ്ടാമതും നമ്മൾ ബോട്ടിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഇതാക്കിയാലും ഒരു കുഴപ്പവും വരില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ് ആണ് പാക്ക് ചെയ്യാനുള്ളത്.
നമ്മളിങ്ങനെ കൊട്ടിയെടുക്കുമ്പോൾ ചെടിക്ക് കേടുപാടൊന്നും സംഭവിക്കരുത് കേട്ടോ. ഇനി ഇതിലത്തെ മണ്ണൊക്കെ കളയണം. നമ്മള് അവസാനത്തെ വലിയ പ്ലാന്റും കൂടെ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന്റെ വേരുഭാഗവും കുറച്ച് അധികം ഉള്ള കാരണം കുറച്ചധികം ചകിരിച്ചോറ് വേണ്ടി വന്നു. പക്ഷെ ഒരു വലിയ പാക്കിങ് തന്നെ ആവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ പ്ലാന്റും രണ്ടെണ്ണം ബോട്ടിലിൽ പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ വളരെ വൃത്തിയിൽ ഒക്കെ നല്ല ടൈറ്റാണ്, എങ്ങനെയായാലും നാശമായി പോവില്ല, അങ്ങനത്തെ ടൈപ്പിൽ അങ്ങനെ എല്ലാം നമ്മൾ വളരെ വൃത്തിയിൽ പൊതിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പേപ്പറിൽ പൊതിയണം, ന്യൂസ് പേപ്പറിൽ പൊതിയണം. അനു പേപ്പർ ഇടുന്നു ഇവിടെ ഇരുന്നോ, അതൊന്ന് കുടിച്ചേരണം. അപ്പൊ ഇനി നമ്മൾ ഓരോ കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൽ പൊതിയാണ് ചെയ്യണത്. നമ്മൾ ഓരോ പ്ലാന്റ് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഇല കേടാവാത്ത രൂപത്തിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലാന്റ് വെച്ചിട്ട് പതുക്കെ ഇലകൾ കൂട്ടി പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു ചെയ്തെടുത്തിട്ട് അടിഭാഗത്ത് ടാപ്പ് ഒട്ടിക്കും, അതുപോലെ മുകൾ ഭാഗത്തും ടാപ്പ് ഒട്ടിക്കാണ് ചെയ്യുന്നത്. ഇപ്പം അടിഭാഗം നമ്മൾ ടാപ്പ് ഒട്ടിച്ചു, മുകൾ ഭാഗം എല്ലാം നാശാവാത്ത രൂപത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചിട്ട് സ്റ്റാപ്പിൽ ചെയ്യുകയും ചെയ്യാം. അതിലും ഞാനെപ്പോഴും ടാപ്പ് ഒട്ടിക്കാണ് ചെയ്യാറ്. ഇതേ ഒരു ചെടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റേതെല്ലാം പാക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതുപോലെ തന്നെ അങ്ങനെ ജസ്റ്റ് ഇലകൾ പിടിക്കുക, ഇലകൾ കേടാവാത്ത രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ ആ ക്ലീൻ ഫിലിമിൽ തട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മൾ കൊറിയർ അയക്കുകയാണെന്നുണ്ടെങ്കിലും ആളുകൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലൊക്കെ അവർ അപ്പം തന്നെ പോട്ട് ചെയ്യാനാണല്ലോ ഇത് കൊണ്ടുപോകുന്നത്. പാക്കുന്ന ഒരു അപ്പം തന്നെ അവർ പോട്ട് ചെയ്യും. അങ്ങനെ നമ്മളിതെല്ലാം അങ്ങനെ പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പ്ലാന്റും പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ പ്ലാന്റ് അടക്കം ഫുള്ള് പൊതിഞ്ഞ് വെച്ചു. ഇവരെ രണ്ടുപേരെയും പിന്നെ പൊതിയേണ്ട ആവശ്യമില്ല, ഇവരെ ഇങ്ങനെ തന്നെ നമ്മൾ പാക്ക് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സിൽ നമ്മൾ ഓരോ ഇപ്പോൾ 2 ചെടിയാണെന്നുണ്ടെങ്കിൽ ആ 2 ചെടിക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ് ഉണ്ടാക്കും. ജസ്റ്റ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. കറക്റ്റ് ബോക്സ് ആയിട്ടല്ല, നമ്മൾ റൗണ്ട് ആയിട്ടോ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ എത്ര ചെടിയുണ്ട് അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് പാക്ക് ചെയ്യാം. പാക്കിൽ ആദ്യം നമ്മൾ ഡെലൂസിയോസ് ഇങ്ങനെ ചെറുതായിട്ട് ഇലഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോന്ന് അതിൻ്റെ ഇടയിൽ വെച്ച് വെക്കും. എല്ലാ ചെടികളും ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ബബിൾ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് കാർഡ്ബോർഡ് തന്നെയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ തിക്കി വെച്ച് കൊടുക്കും. ഇവർ മൂവ്മെൻറ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് ടാപ്പ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ബോക്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ക്ലീൻ ഫിലിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് കൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുള്ളായിട്ട് ക്ലീൻ ഫിലിം കൊണ്ട്
റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കണ്ട ഇത്രയും ചെടികൾ ഈ ഒരു പാക്കിൽ നമുക്ക് ആക്കി. ഇത് കണ്ട ഇതിന് ഒരു ഷേക്കിംഗ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് സേഫ് ആയിരിക്കും. എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർത്തിലേക്കൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ യാതൊരു കുഴപ്പവും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്ലാന്റൊക്കെ ഒരുപാട് പേര് കൊറിയർ അയക്കുന്നതല്ലേ, അധികം പേർക്കും അറിയില്ല എങ്ങനെയാണ് കൊറിയർ അയക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഓൺലൈൻ മാർക്കറ്റ് വന്നപ്പോഴാണ് അധികം ആൾക്കാർ ചെടി നമ്മളതിലുള്ള ചെടി അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വൃത്തിയിൽ പാക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.